വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതുപോലൊരു പോസ്റ്റർ ഡിസൈൻ എങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മച്ചാന്മാരെ, അപ്പോൾ എന്തായാലും നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ Pixellab ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ Pixellab ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ Pixellab ഓപ്പൺ ആക്കിയിട്ട് എന്താണ് ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആ ടെക്സ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ് നമുക്ക് താഴെ ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ ഒരു ടൂളിൽ പോയിട്ട് കളർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ ഞാനിവിടെ വൈറ്റിൽ ജസ്റ്റ് എന്താണ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ആ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചെറുതായിട്ടൊരു ബ്ലാക്ക് വരുന്നത് കേട്ടോ. ദെൻ നമുക്ക് എന്താണ് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. വേണ്ട ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു ഷേപ്പ് ആഡ് ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു ഷേപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഷേപ്പ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്ക് നെക്സ്റ്റ് ഇവിടെ എന്താണ് ടൂൾസ് ടെക്സ്റ്റർ എന്നുള്ള ഓപ്ഷൻ അതിൽ പോയിട്ട് എന്താണ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു വിദ്യാർത്ഥിയുടെ, അതായത് ഇപ്പോൾ ഇതിൽ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥി അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിയുള്ള ആ ഒരു വിദ്യാർത്ഥിയുടെ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ SSLC വിദ്യാർത്ഥികളുടെ ആ ഒരു ഡിസൈനാണല്ലോ ചെയ്യുന്നത്. അതായത് SSLCയിൽ നല്ല മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിയുടെ ഡിസൈനാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നമ്മുടെ ആ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തുള്ള ഇമേജ് പറഞ്ഞാൽ എൻ്റെ തന്നെ ഉണ്ടോ. എന്തായാലും ഞാൻ ജയിച്ച സമയത്തൊന്നും ആരും പോസ്റ്ററൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റേത് ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും തമാശക്ക് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അഥവാ നിങ്ങളിത് കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ഫിക്സായി നിൽക്കുന്നുണ്ട്, ഞാൻ ഓക്കെ കൊടുത്തു. ഇനി നമുക്കിതിൽ എന്താണ് ഷാഡോയും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് എന്താണ് ഷാഡോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതൊന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കത് എന്താണ് അതിൻ്റെ ബ്ലർ റേഡിയസ് അതുപോലെ തന്നെ എക്സും വൈ ഒക്കെ സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് പറയുകയാണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. ദെൻ ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ നല്ലൊരു ഷാഡോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇനി അതൊന്നും കൊടുക്കുന്നില്ല. ദെൻ നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ടെക്സ്റ്റ് ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് വരും. പക്ഷേങ്കിൽ നമുക്ക് ഇതിലേക്ക് എന്താണ് മലയാളമാണല്ലോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ Pixellabൽ മലയാളം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ Pixellabൽ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ അത് നേരിട്ട് Pixellabൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് നല്ല ഫോണ്ടും കാര്യങ്ങളും, അതായത് മലയാളത്തിൽ നല്ല ഫോണ്ടും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ Pixellabൽ എന്താണ് മലയാളത്തിന് ഫോണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് FML ഫോർമാറ്റിലെ ഫോണ്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ FML ഫോർമാറ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ ദെൻ നമുക്ക് അതിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ കോഡ് FML എന്നാണ് ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആയിട്ട് വരും. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഇപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റിൽ എന്താ നിങ്ങൾ കാണുന്നുണ്ടാവും. ദെൻ നമുക്കിവിടെ ഗെറ്റ് FML എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു FML നമ്മുടെ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ദെൻ നമുക്ക് വീണ്ടും Pixellab ഓപ്പൺ ആക്കാം. ഇനി ന്യൂ ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആയിട്ടുള്ള ഫോണ്ട് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് എന്താണ് ഇനി FML ഫോണ്ട്സ് ഇതിന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മലയാളത്തിൽ FML ഫോണ്ട് എങ്ങനെയാണ് Pixellabലേക്ക് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഹൗ ടു അപ്ലോഡ് അല്ലെങ്കിൽ ഹൗ ടു ഡൗൺലോഡ് മലയാളം ഫോൺസ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഫോണ്ടും ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വേറെ ഒന്നല്ല, നമുക്ക് 3500 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ സമയത്ത് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ്ടൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിന് നല്ല ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മലയാള ഫോണ്ട് കൊടുത്ത സമയത്ത് വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ഇവിടെ വർഷത്തേന്ന് കഴിഞ്ഞിട്ട് SSLC എന്നുള്ള കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് എന്താണ് ആ ഒരു ബ്ലൂ സംഭവം കറക്റ്റായിട്ട് ആ ഒരു SSLC എന്നുള്ള ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് എന്താണ് അതിന് നമ്മളെന്താണ് ഒരു ഇംഗ്ലീഷ് ഫോണ്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ലൊരു ഇംഗ്ലീഷ് ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ആ ഒരു SSLC എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫോണ്ടും കാര്യവും കൊടുക്കാൻ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അലൈനിലൊക്കെ പോയിട്ട് ജസ്റ്റ് എന്താണ് അതൊക്കെ ഒന്ന് സെൻറ്ററിലാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു സംഭവം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അഭിനന്ദനങ്ങൾ എന്നുള്ളത് വേണം. അപ്പോൾ അതിനായിട്ട് എന്താണ് ഞാൻ അഭിനന്ദനങ്ങൾ എന്നുള്ള PNG ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റൈൽ കിട്ടും. അപ്പോൾ കുറച്ച് PNGസും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ദെൻ ഞാൻ കുറച്ച് അഭിനന്ദനങ്ങൾ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ 1000 അഭിനന്ദനങ്ങൾ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PNG നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കേട്ടോ. എല്ലാവരും പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ കളർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതൊന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നല്ലൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഓക്കെ കൊടുക്കാം. ഇതൊക്കെ കറക്റ്റായിട്ട് സെൻറ്ററിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ സെറ്റാക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡ്രോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. കറക്റ്റായിട്ട് ബ്ലാക്ക് ആ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ആ ഒരു പെൻ സൈസ് 1ലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ആ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഓക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ ആ ഒരു സൈസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതുപോലെ കൂട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് കുറച്ച് കോപ്പി എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷനിൽ ഇതുപോലെ ഇങ്ങനെ കൊടുത്ത് സെറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ അതിന് ഒരുപാട് കോപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് ലേയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് സെലക്ട് എന്ന ഓപ്ഷൻ വന്നിട്ട് ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മെർജ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് മെർജ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ട് വരിക. ദെൻ ഇതിൻ്റെ ആ ഒരു സൈസ് ഒന്ന് കുറച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു കോപ്പി കൂടി എടുക്കുക. അതും ഇതുപോലെ കൊണ്ടുവന്നിട്ട് വെക്കുക. ഓക്കെ. അപ്പോൾ അതിനൊരു കോപ്പി എടുത്തിട്ട് ഞാൻ അതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി നമ്മൾ വീണ്ടും എന്താണ് ലേയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഈ ഒരു 2 ലെയറും നമുക്ക് ജസ്റ്റ് ഒന്ന് മെർജ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാനത് മെർജ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് ജസ്റ്റ് എന്താണ് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണും. അതായത് ടു ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലെയേഴ്സിൻ്റെയും ബാക്കിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇവിടെ ഒപ്പാസിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്ട്രക്ചർ എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 9 കഴിഞ്ഞിട്ടുള്ള ഇൻട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു എന്നറിയാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ്റെ. ഇനി നമുക്കിതിലേക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ആഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദെൻ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. മച്ചന്മാരെ, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലത്തെ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.